കുചേലവൃത്തം കഥകളിയിലെ പദാണ് രചിതാഹരെ തുടങ്ങുന്ന ഭാഗം. നെല്ല് കലർന്ന അവിലാണ് കൊടുക്കുന്നത് ഭഗവാൻ. നെല്ലുണ്ട് അത് കേട്ടോ, പതിരുണ്ട്. ഈ കെട്ടിയ അവിലിൽ നിന്ന് ഭഗവാൻ ഒന്നാമത്തെ പിടി വാരി കഴിക്കുന്ന സമയത്ത് ഭഗവാന്റെ കവിള് മുറിഞ്ഞതാണ് ഈ നെല്ലിന്റെ മണി കുത്തിക്കായിട്ട് ചോര പൊടിഞ്ഞു കഴിക്കുന്ന സമയത്ത്. എന്നാലും കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി കണ്ണുനീര് വരുന്നുണ്ട്, വേദന ഉണ്ട്, എന്നാലും ചിരിച്ചുകൊണ്ട് രണ്ടാമത്തെ പിടിയിട്ട് കഴിയുന്നു. അതും പലപ്പോഴും പലയിടത്തും കുത്തിമുറിവേൽപ്പിക്കുന്നുണ്ട്. ഒരു വിഷമവും ഇല്ലാതെ മൂന്നാമത്തെ പിടി എടുക്കുന്ന സമയത്താണ് ഒരാൾ കൈപിടിക്കുന്നത്. ഭാര്യ രുക്മിണി ഭഗവാനെ എന്നെ അയാളുടെ ദാസിയാക്കരുത്. നോക്കൂ, കുചേലൻ ഈ അവിന് കൊടുത്തിട്ട് ഭഗവാനോട് ലിസ്റ്റ് കൊടുത്തോ, ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ, അങ്ങനെ പറഞ്ഞു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ കുചേലവൃത്തം കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ ചോദിക്കുന്നതിന് മറുപടി അല്ലാതെ ഒരു അക്ഷരം ആവശ്യം വേണ്ടിയിട്ടില്ല. ഭാര്യ ഭഗവാനെ കാണാൻ ചെന്നൂടെ, ഭഗവാനെ കാണാൻ ചെന്ന എല്ലാ വിഷമവും മാറില്ലേ, എന്തെങ്കിലും ചോദിച്ചു വാങ്ങിയിട്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ കുചേലൻ കരുതിയത് അദ്ദേഹത്തിന്, ഞാൻ സുധാമാന്നുള്ള പേര് പലർക്കും പെട്ടെന്ന് മാറിപ്പോകട്ടെ, ഞാൻ അതെല്ലാം പറഞ്ഞു പോകണം, എനിക്കറിയാൻ തെറ്റാണ്. അദ്ദേഹം കരുതിയത് എന്തെങ്കിലും കിട്ടുന്നല്ല, എനിക്ക് കൃഷ്ണനെ കാണാലോ, എനിക്ക് ഭഗവാനെ കാണാലോ കുറെ കാലത്തിന് ശേഷം, അതുകൊണ്ട് പോവാം. ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷെ എല്ലാം കൊടുത്തു. എന്തുകൊണ്ട്? ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ കാര്യത്തിൽ കീർത്തിയുടെ ടെക്നിക്. സ്വന്തം ഭാര്യയെ പോലും വേലക്കാരിയാക്കാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല ഭക്തന്റെ. ഭാഗവത്തിൽ പറയുന്നു, അഹം ഭക്ത പരാധീന, ഞാൻ എന്റെ ഭക്തന്മാരുടെ അടിമയാണെന്ന് പറഞ്ഞ ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, അത് ഗുരുവായൂരപ്പനാണ്. ഞാൻ എന്റെ ഭക്തന്മാരുടെ അടിമയാണ്. അതുകൊണ്ടാണ് ഒരക്ഷരാഭ്യാസവും ഇല്ലാത്ത, ഒരു പണക്കിഴവും ഇല്ലാത്ത ഒരു പാവം സ്ത്രീ, ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്ക് ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചത്. യശോദാമ്മയ്ക്ക് എത്രയോ യോഗിമാര്, എത്രയോ ആളുകൾ, ഞാൻ പലയിടത്തും കോട്ടയാറുണ്ട് ആ പാട്ട്, എന്നെ തവം ചെയ്തനെ യശോദ എന്നാണ്. ലോകത്തുള്ള എത്രയോ പുണ്യം ചെയ്ത മഹർഷിമാര്, ദേവന്മാര്, മഹർഷിമാര്, യോഗിമാര്, ഇവരൊക്കെ ഇന്ന് വരും നാളെ വരുന്ന പറഞ്ഞ് തപസ് ചെയ്യാൻ പറഞ്ഞിട്ട് 1000-2000 കൊല്ലായി അവരുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഒരമ്മയുടെ പുറകെ ഓടുന്നു, ആ അമ്മയുടെ കൂടെ കളിക്കുന്നു, ആ അമ്മയെ നോക്കി ചിരിക്കുന്നു, പല്ലില്ലാത്ത മോണ കാണിച്ചു, ആ അമ്മയെ കളിയാക്കുന്നു, ആ അമ്മയ്ക്ക് കിട്ടിയ സൗഭാഗ്യം ആലോചിച്ചു. ആ അമ്മ ഭഗവാൻ സ്വന്തം മോനായിട്ടാണ് കിട്ടുന്നത്. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കൃഷ്ണ എനിക്കിത് വേണം, ഇല്ല. പക്ഷെ എന്തും അറിഞ്ഞു കൊടുക്കുന്ന പാരമ്പര്യം. നിങ്ങൾ എത്ര പേര് ഗുരുവായൂർ പോകുമ്പോ താമരക്കണ്ണനെ തൊഴാറുണ്ട്? കൈ പൊക്കൂ, കുറെ പേരുണ്ട്. ഭഗവാന്റെ ആ രൂപത്തെ കൽപ്പവൃക്ഷം എന്നാണ് വിളിക്കുക. ചോദിച്ചത് എന്തും തരുന്നതാണ്. ചോദിച്ചത് എന്തും തരുന്നല്ല, അല്ല ആഗ്രഹിച്ചത് എന്തും തരുന്ന പറയും ആചാര്യന്മാര്. പക്ഷെ എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. അപ്പൊ നമുക്ക് കുചേലനിൽ നിന്ന്, അതായത് സുധാമാവിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്, പൂന്താനത്തിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്.